നിന്റെ ദേഹത്തിന് തൊട്ട നിന്റെ കൈ ഞാൻ വെട്ടും. നീ എന്താണ് ഇവിടെ കാണിക്കുന്നത്? എടാ ഞാൻ ഈ റൂമിലേക്ക് വരുമ്പോ ജ്യോതി കണ്ടീഷനിൽ കിടക്ക. എന്തു പറ്റി അവക്ക്? അവക്ക് മദ്യത്തിന് മണമുണ്ട്. അവള് കിടക്കുന്ന കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു അവൾ അറിയാതെ മദ്യം കഴിച്ചിട്ടുണ്ടെന്ന്. ജ്യോതി, ജ്യോതി, മദ്യത്തിന്റെ മണമുണ്ടടാ. ഡാ, നീ അവക്ക് ജ്യൂസ് മാത്രമല്ലേ കൊടുത്തോളൂ? അതെ, പക്ഷെ നമ്മളറിയാതെ അവൾ കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. നമ്മൾ നീ എന്ത് ചെയ്യടാ? ജ്യോതി ഇവിടെ വന്ന അവളുടെ ഏട്ടന് ഇഷ്ടമല്ല. പെട്ടെന്ന് സുജാത ആന്റിയെ വിളിച്ച് പറയാനും പറ്റില്ല. എടാ, ഇവളുടെ വീട്ടിലെ കണ്ടീഷൻ നിനക്ക് അറിയാവുന്നതല്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ. ജ്യോതി, 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 എടാ, ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ ഇവളെ കൊണ്ട് ജംഗ്ഷനിലേക്ക് പോകാം. അവിടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കാം. അത് കഴിച്ചിട്ട് അവളെ വീട്ടിൽ കൊണ്ടാക്കാം. അതല്ലേ നല്ലത്? അത് മതിടാ. നീ എത്രയും പെട്ടെന്ന് ഇവളെ കൊണ്ടാക്കാൻ നോക്ക്. ജ്യോതി, ജ്യോതി, എടാ, വണ്ടി ഇരുത്തി കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. സാരമില്ലടാ, ജംഗ്ഷൻ തൊട്ടടുത്തല്ലേ. ഞാൻ ഇവളെയും കൂട്ടി നടന്നോളാം. സൂക്ഷിക്കണടാ. ഒരവസരം കിട്ടിയിട്ട് അത് നശിപ്പിച്ചു. ബോധം വരുമ്പോൾ അവൾ അവനോട് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവൾക്ക് മാത്രമല്ല, അവളുടെ കുടുംബക്കാർക്ക് കൂടിയായിരിക്കും പണി കിട്ടുക. നാളെ എന്താന്നറിയില്ലല്ലോ. പിന്നെ എന്ത് ചെയ്താൽ എന്താ? വൃത്തിയിട്ടവൻ.
മരുന്ന് ഇതുവരെ വാങ്ങിച്ചില്ലേ? ഏ, മരുന്ന് വാങ്ങിച്ചു, പക്ഷെ എടുത്തില്ല. അതെന്താ? ഞാൻ പേഴ്സ് എടുത്തില്ല. ഫോണിൽ നിന്ന് പേ ചെയ്യാന്ന് വെച്ചാൽ എന്തൊരു കംപ്ലൈന്റ്. ശരിയാ, എന്തൊരു കംപ്ലൈന്റ് ഉണ്ട്. തന്നെ പേഴ്സ് നിർത്തേ. ഇനി വൈകോ? ഇല്ല, പെട്ടെന്ന് വരാം. മനസ്സിൽ ഉദ്ദേശിക്കുന്നതൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി. ഞാൻ ചോദിച്ചതുകൊണ്ട് പെട്ടെന്ന് എത്തണമെന്നൊന്നുമില്ല. മനു, മനു, എന്ത് പറ്റി? എന്ത് പറ്റി ഇവക്ക്? ജ്യോതി, സോറി ചേച്ചി, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ജ്യോതി അങ്ങോട്ട് വന്നിരുന്നു. അവൾ അറിയാതെ അബദ്ധത്തിൽ മദ്യം കഴിച്ചെന്നാ തോന്നുന്നത്. എന്റെ ഈശ്വര, എന്താ മനു ഈ കേൾക്കുന്നേ? എന്ത് അബദ്ധം നിങ്ങൾ ഈ കാണിച്ചേ? എനിക്കിവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ പേടി ചേച്ചി. അതുകൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും മരുന്ന് മേടിക്കണം. മെഡിക്കൽ സ്റ്റോറില് ഏട്ടനുണ്ട്. ജീവൻ അവിടെ കണ്ട എന്തായിരിക്കും അവസ്ഥ എന്നറിയാലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ജീവൻ ഇവളെ കാണാൻ പാടില്ല. ഈ അവസ്ഥയില് ഇവളെ അമ്മയുടെ മുന്നിൽ കൊണ്ടുപോകാനും പറ്റില്ല. മനു, നീ ആ വണ്ടി ഒന്ന് നിർത്തിക്കേ. ഏയ് ഓട്ടോ ചേച്ചി, കയറി ചേച്ചി. നോക്ക് മനു, ജ്യോതി ഇവിടെ വന്ന കാര്യം ഒരു കാരണവശാലും പുറത്ത് ആരോടും പറയരുത്. ഫ്രണ്ട്സിനോടും പറയരുത്. ബാക്കിയെല്ലാം ഞാൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തോളാം. ചേച്ചി ഇവിടെ കൊണ്ട് എങ്ങോട്ടാ? അത് ഞാൻ നോക്കിക്കോളാം മനു. തൽക്കാലം നീ പോ. ജീവൻ പോലും നിന്നെ കാണരുത്. നിന്നോട് പോവാനാ പറഞ്ഞത്. പോ. അപ്പോൾ നീ ഇതിനു വേണ്ടിയാണല്ലേ എന്നെ മരുന്ന് വാങ്ങിക്കാൻ വിട്ടത്? നീ ആരുടെ കൂടെ പോകുന്നതിനും എനിക്കൊന്നറിയണം. ജ്യോതി, ജ്യോതി, അയ്യോ.
ചേട്ടാ ചേട്ടാ ആ വഴിയേ. മോളെ ജ്യോതി, ജ്യോതി എനിക്ക് കണ്ണു തുറക്ക്. അയ്യോ ചേട്ടാ അവിടെ നിർത്തണേ. ദീപ നിത്യ നിത്യ എന്തു പറ്റി? ദീപ ഒരു പ്രോബ്ലം ഉണ്ട്. എന്തു പറ്റി? ഇവിടെ നിന്ന് പിടിച്ചേ. അകത്തേക്ക് വാ. സൂക്ഷിച്ച്. ജ്യോതി എന്തു പറ്റിയതാ നിത്യ? പറയാം. ഈ കണ്ടീഷനിൽ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവൾ ഉണരുന്നത് വരെ തൽക്കാലം ഇവിടെയൊന്ന് ഇവളെ കിടത്തണം. ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ ഉള്ളൂ. വീട്ടിലറിഞ്ഞത് ചെറിയ കാര്യമല്ല. ആ കുടുംബം തകരാൻ ഇത് മതി. പ്രത്യേകിച്ച് ജീവൻ. ജീവൻ ഒരിക്കലും ഇത് അറിയാൻ പാടില്ല. അറിയാലോ ആളുടെ ക്യാരക്ടർ. നിത്യ പേടിക്കണ്ട, ഞാനും ദീപനും ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ ജ്യോതിയെ നോക്കിക്കോളാം. ദീപ എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോണം. ഒന്നും പറയാതെ ഇറങ്ങിപ്പോന്ന കാരണം മതി ജീവൻ പെട്ടെന്ന് എല്ലാം കണ്ടുപിടിക്കാൻ. ജ്യോതിക്ക് ഒരു കുഴപ്പവും വരില്ല. നിത്യ പൊയ്ക്കോ, ഞങ്ങളല്ലേ പറയുന്നേ. എങ്ങനെ താങ്ക്സ് പറയേണ്ടത് നിങ്ങളോട്? ഈ അവസ്ഥയിൽ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. താൻ വേഗം പോയിട്ട് വാ. വാ. അപ്പൊ ഇതിനു വേണ്ടിയായിരുന്നു നിന്റെ വയറുവേദന അല്ലേ? ജീവ ഞാനപ്പോ വെയിലത്ത് നിന്നെ കാത്തു നിൽക്കണം. നിനക്ക് ഇവന്റെ കൂടെ എൻജോയ് ചെയ്യണം അല്ലേ? ജീവ, അത് ഞാൻ സംസാരിക്കുന്നത് എന്റെ ഭാര്യയോടാ. ഇടയിൽ കയറി സംസാരിച്ചാലേ എന്റെ പെരുമാറ്റം വളരെ മോശമായിരിക്കും. എന്റെ കൂടെ ഇരിക്കുമ്പോൾ അസ്വസ്ഥത, എന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ വല്ലാത്ത വേദന. പക്ഷെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ നീ കൂളാ. ഇവന്റെ മുമ്പില് നിന്റെ സർവ്വരോഗങ്ങൾ മാറിയല്ലേ? ജീവ, ഐ എം റിയലി സോറി. വൈഫ് പെട്ടെന്ന് ഒന്ന് വീൽ ചെയറിൽ നിന്ന് വീണു. എന്നെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവള് പിന്നെ ഓർത്തത് നിത്യയുടെ നമ്പറാ. ഓഹോ,
അപ്പോ കൂട്ടുകാരന്റെ ഭാര്യയെ രക്ഷിക്കാനായിരുന്നു. അതെന്താ എന്നോട് പറഞ്ഞില്ലേ? ഞാനും കൂടെ വരായിരുന്നില്ലേ? ജീവനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാ. എല്ലാം നീ തന്നെ അങ്ങ് തീരുമാനിക്കണം. ഞാൻ അത്രയ്ക്ക് ക്രൂരനൊന്നുമല്ല. ആപത്തിൽ പെടുന്നവരെ കണ്ടാൽ സഹായിക്കാനുള്ള മനസ്സൊക്കെ എനിക്കുണ്ട്. അല്ല, അപ്പൊ എങ്ങനെ? സഹായം തീർന്നോ? അതോ ഇവിടെ തന്നെ നിൽക്കണോ? അല്ല, പോവാം. ആണോ? അപ്പൊ ശരി ദീപ, ഇനി എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴേ നിത്യ തന്നെ വിളിക്കണം കേട്ടോ. വാ. അല്ല, ഇതെന്ത് പറ്റി? നിങ്ങൾ രണ്ടുപേരും സിനിമയ്ക്ക് പോയില്ലേ? തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് ചെന്നാൽ സിനിമ കാണാം. അത് ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും. പക്ഷേ അതിനേക്കാൾ പിരിമുറുക്കുള്ള സിനിമ പുറത്ത് നടക്കുമ്പോൾ അത് കണ്ടാ പോരെ അമ്മേ? നീ എന്താ കാര്യമൊന്ന് പറ. കാര്യമൊന്നുമില്ലമ്മേ, എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. അതിനൊന്ന് അമ്മ മറുപടി പറയണം. ഈ പുണ്യവതികളായ സ്ത്രീകളുടെ ലക്ഷണം എന്തൊക്കെയാമ്മേ? അല്ല, അമ്മ എന്നോട് കൂടെ കൂടെ പറയാറുണ്ടല്ലോ, അപ്പൊ അമ്മയോട് തന്നെ ചോദിക്കാന്ന് വെച്ചു. എന്താ നിന്റെ ഉദ്ദേശം? ആ, ഇങ്ങോട്ട് നിൽക്ക്. അമ്മ വാ, ഇവിടെ ഇരിക്കേ. എടാ, ഭാ ഇരിക്കേ. ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോ അമ്മയ്ക്കത് മനസ്സിലാവാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഭർത്താവ് ഒന്നിച്ച് ഒരു സ്ത്രീ സിനിമയ്ക്ക് പോകുന്നു. ഇടയ്ക്ക് അവൾക്ക് വയറുവേദന ആയതുകൊണ്ട് ഭർത്താവ് മരുന്ന് മേടിക്കാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നു. മരുന്ന് വാങ്ങിച്ച് തിരിച്ചു വരുമ്പോ കാറിലിരുന്ന ഭാര്യയെ കാണുന്നില്ല. പകരം കാണുന്നതോ അവളൊരു ഓട്ടോ വിളിച്ച് വേറെ ഏതോ ഒരു വഴിക്ക് പോകുന്നത്. ഭർത്താവ് പിന്തുടർന്ന് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയും? ഭാര്യ ഒരു വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു, അതും അവളുടെ പൂർവ്വ കാമുകന്റെ കൂടെ. ഇതൊക്കെ ഒരു പുണ്യവതിയായ ഭാര്യയുടെ ലക്ഷണമാണോ അമ്മേ? അല്ല, അമ്മയൊന്ന് പറഞ്ഞതാ. നിന്റെ സംശയത്തിന് ഞാൻ മറുപടി പറഞ്ഞു തരാം. ആ. നിത്യമോളെ, എന്താ സംഭവിച്ചത്? ഇവൻ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ദീപന്റെ വീട്ടിൽ പോയത് സത്യമാണമ്മേ. അമൃതയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായി. അപ്പൊ അവിടെ ദീപനുണ്ടായിരുന്നില്ല. അമൃത കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചപ്പോ ഞാൻ പെട്ടെന്നൊന്നും ആലോചിച്ചില്ല. ജീവനോട് ചോദിക്കാതെ ഞാൻ പോയത് തെറ്റ് തന്നെയാ. പക്ഷെ പെട്ടെന്ന് എന്തോ. തെറ്റ് തന്നെയാണ്. വേണ്ടപ്പെട്ട ഒരാൾക്ക് സുഖമില്ലെങ്കിൽ അവിടെ പോണം, എത്രയും പെട്ടെന്ന് പോണം. പക്ഷെ അത് ജീവനോട് പറയാമായിരുന്നല്ലോ. നിങ്ങൾക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ. പറഞ്ഞ ജീവനത് ഇഷ്ടപ്പെടില്ലെന്ന് തോന്നി.
ഞാൻ ഒരുപാട് ക്ഷമ പറഞ്ഞു. അപ്പോ ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് സുഖമില്ലാന്നറിയുമ്പോൾ എന്ത് സന്തോഷവും മാറ്റിവെച്ചും അവരുടെ അടുത്ത് പോകുന്നതും കൂട്ടിരിക്കുന്നതും ഒക്കെ ഒരു നല്ല മനസ്സിന്റെ ലക്ഷണം തന്നെയാണ്. അതേലോ, അതങ്ങനെയാണല്ലോ. അമ്മയ്ക്കിപ്പം നിത്യ പറയുന്നതാണല്ലോ അല്ല ശരി. അല്ല, ഏതായാലും സിനിമ മുടക്കി നിങ്ങൾ രണ്ടുപേരും അവിടെ പോയി. അപ്പൊ പിന്നെ അവിടുന്ന് ഭക്ഷണം കൂടി കഴിക്കാമായിരുന്നില്ലേ? അയ്യോ, ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവളെ കണ്ടപ്പോ തന്നെ അവന്റെ വയറങ്ങ് നിറഞ്ഞു. അമ്മേ, ചെയ്ത തെറ്റിനൊരു 100 തവണ ഞാൻ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്നെ കുത്തി നോവിക്കരുതെന്ന് പറയമ്മേ.